Hey guys, Assalamu alaikum. Welcome back to my YouTube channel Inspired Creation all about craft. അപ്പോൾ നമുക്ക് ഇന്ന് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സ് എങ്ങനെയാണ് ഒരു A3യിലേക്ക് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം കസ്റ്റം സൈസ് എടുത്തിട്ട് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് 10x10 സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയിട്ട് നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കുകയാണ്. അതിലാണ് നമ്മൾ എഡിറ്റിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ക്യാൻവയിൽ ഏതൊരു ഇമേജ് നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഇമേജിനെ നമ്മൾ ആദ്യം ക്യാൻവയിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ. എന്നാലേ നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ക്ലാരിറ്റിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് അത് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം എലമെൻറ്റ്സിൽ പോയിട്ട് സ്പ്ലാഷ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ കാണുന്ന കളേഴ്സിലുള്ള സ്പ്ലാഷുകൾ നമുക്ക് കിട്ടും. അത് കളർ സ്പ്ലാഷസാണ് ഞാനിവിടെ ഡിസൈനായിട്ട് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3 layers ഓഫ് കളർ സ്പ്ലാഷാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മളിതിലോട്ട് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വെക്കുന്ന ഇമേജ് മാക്സിമം ചെറുതാക്കി വെക്കാൻ നമ്മൾ നോക്കണം കേട്ടോ. സെൻറ്റർ പോർഷനിലേക്ക് വരുന്നൊരു രീതിയിൽ നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത്. ഫോണ്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക, ടെക്സ്റ്റും നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ മൈ ഗേൾ എന്നാണ് കൊടുക്കുന്നത്. സൈസ് നമ്മൾ കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കാം, എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് സെൻറ്ററിൽ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് റാപ്പ് ചെയ്യുന്ന സമയത്ത് അത് സൈഡിലോട്ടാകും. എന്നിട്ട് നമ്മളിത് ഗാലറിയിലോട്ട് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ക്യാൻവയിൽ തന്നെ ഒരു A4 ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ആദ്യം എലമെൻറ്റ്സിൽ പോയിട്ട് ഒരു സ്ക്വയർ ഫ്രെയിമാണ് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നത്. ആ ഒരു സ്ക്വയർ ഫ്രെയിം എടുക്കുമ്പോൾ നമുക്ക് ഇതിൽ ഒരു A4ൽ നമ്മൾ 6 പിക്ചേഴ്സാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും നമുക്ക് ഒരു A3യിൽ സെറ്റ് ചെയ്യുമ്പോൾ 12 ഇമേജസ് നമുക്ക് കിട്ടും, 12 ഡിസൈൻസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതാ സ്ക്വയർ ഫ്രെയിം എടുത്തിട്ട് ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. 6 അപ്പുറത്തും ഇപ്പുറത്ത് 2 വരുന്ന രീതിയിലാണ് ഞാനിതിൽ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജ് നമ്മൾ ക്യാൻവയിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ സ്ക്വയറിലേക്ക് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ സ്ക്വയറും ഞാൻ ഫ്രെയിമുകൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് വേണം റീപ്ലേസ് ചെയ്യാൻ, എന്നാലേ ഇമേജ് കുറച്ചൊരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. വീണ്ടും നമ്മൾ ക്യാൻവയിൽ അത് നമ്മൾ സേവ് ആക്കണേ. സേവ് ആക്കിയതിന് ശേഷം വീണ്ടും ക്യാൻവയിൽ ഒരു A3 ഡോക്യുമെൻ്റ് എടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത് ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം A3യിലേക്ക് സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഞാൻ കാണിച്ചു തരാം, അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണം റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മളതിലോട്ട് സെറ്റാക്കി കൊടുക്കുക. ഒന്നും ചെയ്യാനുണ്ടാവില്ല, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് 2 ഇമേജാക്കി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് പ്രിൻറ്റ് ബേസ് ഫോർ പ്രിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ ഇത്ര പണിയുള്ളൂ. ഇങ്ങനെയാണ് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റിൻ്റെ എഡിറ്റിങ്ങും പ്രിൻറ്റിന് വേണ്ടിയിട്ട് സെറ്റാക്കുന്നതും. അപ്പോൾ ഓക്കെ, ബൈ.